തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം തേടി പോലീസ്. സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി അഫാന്റെ മൊഴി. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. പ്രതി അഫാൻ മുത്തശ്ശിയുടെ വീട്ടിലെത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രതി ലഹരി ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കും. വിഷ്ണു കരുണാകരൻ ചേരുന്നു. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു കരുണാകരൻ? പനേഷ്, തീർച്ചയായിട്ടും ഈ CCTV ദൃശ്യങ്ങളിലൂടെ പ്രതി യാത്ര ചെയ്യുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 1 മണിക്ക് ശേഷമാണ് കൊലപാതകങ്ങൾ നടന്നിരുന്നതെന്നാണ്. ഉച്ചയോടെ 1 മണിക്ക് ശേഷമാണ് ഈ പ്രതി മുത്തശ്ശിയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് കരുതുന്നുണ്ട്. അതിനുശേഷമാണ് അച്ഛന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് എത്തി ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത് സാഹചര്യത്തിലേക്ക് കടന്നത്. പ്രതി മൽപ്പിടുത്തത്തിനൊടുവിലാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട്. വിഷ്ണു കരുണാകരനിലേക്ക് ഞാൻ പെട്ടെന്ന് തിരികെ എത്താം. ഈ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ സാധാരണ രീതിയിലുള്ളൊരു CCTV ദൃശ്യം പോലെയല്ല. അതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് നിരന്തരമായിട്ട് സ്ക്രീനിലേക്ക് നോക്കിയാൽ ആളുകളുടെ കണ്ണുകൾക്ക് വേദന വരും. അതുകൊണ്ട് മറ്റു ചില ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 2 വിൻഡോകളിലായിട്ട് ഈ ദൃശ്യങ്ങൾ ക്രമീകരിച്ചാൽ പ്രേക്ഷകരുടെ കണ്ണിന് ആയാസം കുറയും എന്ന് വിചാരിക്കുകയാണ്. വിഷ്ണു, തുടർന്നോളൂ. അത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് വെറും നിസ്സാരമായ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് 5 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രതിയുടെ കണക്ക് പ്രകാരം 6 കൊലപാതകത്തിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഉമ്മയെ കഴുത്തി മരിച്ചതിന് ശേഷം ഉമ്മ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയാണ് പ്രതി ഇവിടെ നിന്നും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയത്. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നും മുത്തശ്ശിയോട് മാല ആവശ്യപ്പെട്ടു എന്നുള്ള സൂചനയുണ്ട്. അതായത് കുറച്ച് ദിവസങ്ങളായി തന്നെ മുത്തശ്ശിയിൽ നിന്നും 4 പവന്റെ മാല ആവശ്യപ്പെട്ടിരുന്നു. പണത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അത് നൽകാതിരുന്നു. വീട്ടുകാർ അതിനുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നതായ ഒരു സൂചനയുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തി, തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് പിന്നീട് അവിടെ നിന്നും ഈ അച്ഛന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് എത്തിയത്. അതിനുള്ള പ്രധാന കാരണം, അച്ഛന്റെ ജ്യേഷ്ഠനെ കൊലപ്പെടുത്താനുള്ള കാരണം തന്റെ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ളിൽ ചില തർക്കങ്ങൾ നടന്നിരുന്നു. അതിൽ ഈ അച്ഛന്റെ ജ്യേഷ്ഠൻ ഇടപെട്ടിരുന്നു. രാവിലെ തന്നെ ഈ അച്ഛന്റെ ജ്യേഷ്ഠൻ രാവിലെ 10 മണിയോടെ തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം ഇടപെട്ടതിന് ഉള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പ്രതി അതിന്റെ വൈരാഗ്യത്തിലാണ് വീട്ടിലേക്ക് എത്തി ഇവരെ കൊലപ്പെടുത്തിയത്. അതായത് ലത്തീഫിന്റെ ഭാര്യ സാജിദയും കൊലപ്പെടുത്തിയത്. ലത്തീഫിനെ സോഫയിൽ ഇരുത്തിയ നിലയിലാണ് തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം സാജിദയും നിലത്ത് കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നെഞ്ചിന് മുകളിലേക്കാണ് ക്രൂരമായി പരിക്കേറ്റിട്ടുള്ളത്. അതായത് കാഠിന്യമുള്ള ഒരു പരിക്കാണ്. എല്ലാവർക്കും തലയിൽ സാരമായി രീതിയിൽ പരിക്കുണ്ട്. ലത്തീഫിന്റെ തലയിൽ 20ഓളം പ്രാവശ്യം ചുറ്റിക കൊണ്ട് അടിച്ചതായാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഭാര്യ സാജിദയ്ക്കും കാര്യമായി പരിക്കുണ്ട്. എല്ലാവരുടെയും മുഖത്ത് നിന്നും രക്തം വാർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. രക്തം വാർന്നത് തന്നെയാണ് മരണകാരണം എന്നുള്ള സൂചനയുണ്ട്. എല്ലാവരെയും ഒരേ ആയുധം ഉപയോഗിച്ചാണ് പരിക്കേൽപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏത് ലഹരിയാണ് എന്നുള്ളതും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് കൃത്യത വരുത്താനും ഇനി രാസപരിശോധന ഫലങ്ങൾ വേണ്ടിവരും. ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം പോലീസ് അറിയിക്കുകയും വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ സാമ്പത്തിക കടബാധ്യതയാണ് ഇത് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസ് തീർത്തും അത് വിശ്വസിക്കുന്നില്ല. ഏതായാലും അച്ഛന്റെ ജ്യേഷ്ഠനെയും കുടുംബത്തെ 2 പേരെ കൊലപ്പെടുത്തിയത് തന്നെ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ്. അതായത് അമ്മ മരിച്ചു എന്നുള്ള ഉറപ്പിന്മേലാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്താനായി എത്തിയത്. ഓരോ സമയവും ഓരോ സ്ഥലങ്ങളിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്ത് എത്തിയാണ് കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വൈരാഗ്യത്തോടെ തന്നെ കൊലപാതകം നടത്തി എന്ന് കണക്കുകൂട്ടാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുജനെ വൈകിട്ട് വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അനുജനെയാണ് ഏറ്റവും അവസാനം കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നലെ വൈകിട്ടോടെ തന്നെ എല്ലാ കൊലപാതകങ്ങളും നടത്തിയ ശേഷമാണ് പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങിയത്. അതുവരെയും നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചുറ്റുമുള്ളവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്രത്തോളം വളരെ വേഗത്തിലാണ് തന്റെ പദ്ധതി നടപ്പിലാക്കിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ നിന്ന്. മനീഷ്, പ്രതി അഫാൻ ഇപ്പോൾ ചികിത്സയിലാണല്ലോ. എലിവിഷം കഴിച്ചു എന്നത് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിലാണ്. ചികിത്സയോട് സഹകരിക്കുന്നില്ല അഫാൻ എന്നുള്ള രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ ചില ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്തായാലും അഫാനെ പോലീസിന് ആവശ്യമുണ്ട്. അഫാനെ ജീവനോടെ ആവശ്യമുണ്ട്. ആ ജീവനോടെ ലഭിക്കുന്ന അഫാനെ കൃത്യമായിട്ട്
വിചാരണ ചെയ്ത് എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ലഹരി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ആ ലഹരിയുടെ ഉപയോഗം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് പ്രേരകമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. പൊതുവെ ആരോടും അധികം സൗഹൃദങ്ങളില്ലാത്ത ഒതുങ്ങിയ പ്രകൃതമാണ് എന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള മിക്കവാറും മയക്കുമരുന്നിൻ്റെയും മറ്റും ലഹരിയുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ ഒക്കെ പിറകിലെ പ്രതികൾ ഈ രീതിയിൽ ഉൾവലിഞ്ഞവരാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ. വലിയ രീതിയിലുള്ള അക്രമം നടത്താൻ ഏത് രീതിയിലുള്ള അനുഭവ സമ്പത്ത് പ്രേരകമായി, മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മനസ്സുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രേരകമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ചികിത്സയോട് സഹകരിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണോ വിഷ്ണു കരുണാകരൻ? തീർച്ചയായിട്ടും പ്രതിയുടെ ലഹരി ഉപയോഗത്തെ കുറിച്ച് പോലീസ് ലഹരി ഉപയോഗത്തെക്കുറിച്ചും പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ ലഭിച്ചത് എന്നാണ് വിഷ്ണു കരുണാകരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ഇരയായ ലത്തീഫും ഭാര്യ സാജിദയും കൊല്ലപ്പെട്ട വിവരം നാട്ടുകാർ അറിഞ്ഞത് ഇന്നലെ വൈകിട്ടാണ് എന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. പ്രതിയായ അഫാനെ നാട്ടുകാർക്ക് കണ്ടു പരിചയമില്ല. കൊല്ലപ്പെട്ട ലത്തീഫ് നാട്ടുകാരുമായി നല്ല അടുപ്പമുള്ള വ്യക്തിയാണ് എന്ന് വാർഡ് കൗൺസിലർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ന്യൂ ജനറേഷൻ ആണല്ലോ, നമ്മൾ അവരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. മാത്രമല്ല പുള്ളി ഔട്ട് സൈഡിലൊക്കെ നേരത്തെ വാപ്പാരെ കൂടെ ഒപ്പം പോയി നിന്നു എന്നൊക്കെ ഉള്ളതാണ് നാട്ടിലെ കിട്ടിയ നമുക്കുള്ള അറിവ്. അയൽക്കാരറിഞ്ഞിട്ടില്ല. പോലീസ് വന്നതിന് ശേഷമാണ് അയൽക്കാരറിഞ്ഞിട്ടുള്ളത്. വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു ഫാമിലി, ആളുകളോട് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത ഒരു ഫാമിലി. ഒരു പ്രശ്നവും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ ഇല്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചുമില്ല, പിന്നെ മറ്റേ ഫാമിലിക്കകത്തുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നാളെ ഇതുവരെ ഒരു ചർച്ച വന്നിട്ടുമില്ല. ഈ കൂട്ടക്കൊലപാതകത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകൾ പല തരങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കൂട്ടക്കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ, ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട അനുബന്ധ വാർത്തകൾ എന്നിവയെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ കൊലപാതകത്തെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് വാർത്ത മാത്രമായി റിപ്പോർട്ട് ചെയ്ത് മറ്റു വാർത്തകളിലേക്ക് പോവുക എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിൻ്റെ നൈതികതയാണോ അല്ലയോ എന്നുള്ള വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരേണ്ടത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. കാരണം പൊതുസമൂഹത്തിൽ യുവാക്കൾക്കിടയിൽ അടക്കം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനം, അതിൻ്റെ ഉപയോഗം, അതിനുവേണ്ടിയുള്ള നിഗൂഢ സംഘങ്ങൾ, കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ വഴികളിലൂടെ മയക്കുമരുന്ന് എത്തപ്പെടുന്നു, യുവതലമുറയുടെ മനഃശാസ്ത്രം എന്ത്, അവരിൽ പലരും മയക്കുമരുന്ന് അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് മുറിക്കകത്ത് തൻ്റേത് മാത്രമായ ഒരു ഏകാന്ത ലോകം സൃഷ്ടിക്കുകയും പലതരത്തിലുള്ള കൊലപാതക ഗെയിമുകളിലൂടെ കടന്നു പോവുകയും ആ ഗെയിമുകളെ നിയന്ത്രിക്കുന്നവർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊലപാതകങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലൂടെ പോയാൽ ജീവിതത്തിൽ മോക്ഷം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഗെയിമിൽ വിജയിക്കാമെന്നോ ഒക്കെയുള്ള തരങ്ങളിലേക്ക് അവർ മാറുന്നുണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അരാഷ്ട്രീയവും ലഹരി നിറഞ്ഞതുമായിട്ടുള്ള മരവിപ്പില്ലാത്ത കൊലപാതകങ്ങൾ, പച്ചയ്ക്ക് വെട്ടിനുറുക്കലുകളിലേക്ക് കടന്നു പോകും. അതിനെ തടയിടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അന്വേഷണം ഈ ഒരു കൊലപാതകത്തിൽ നിന്നെങ്കിലും ഉണ്ടായില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കുക, ഇതിൽ ഈ അഫാന്റെ മൊഴിയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് തൻ്റെ കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത, തനിക്ക് പ്രിയപ്പെട്ടവളെന്ന് കരുതുന്ന, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഫർസാനയെ കൊലപ്പെടുത്തിയെന്ന്. ഞാൻ മരിച്ചാൽ കാമുകി തനിച്ചാകും, അതുകൊണ്ടാണ് കാമുകിയെ അല്ലെങ്കിൽ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ ഫർസാനയുടെ മുഖമാകെ വികൃതമാകുന്ന രീതിയിൽ തലയിൽ തുരുതുര ചുറ്റിയുകൊണ്ട് അടിക്കുകയായിരുന്നു എന്നാണ് ആ മൊഴിയിൽ പറയുന്നത്. വെഞ്ഞാറമൂട് മൂക്കന്നൂർ എന്ന് പറയുന്ന പ്രദേശം, അവിടുത്തെ പ്രദേശവാസികൾ, ബന്ധുക്കൾ, അവർക്ക് ഈ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു മരവിപ്പിലാണ്. വെഞ്ഞാറമൂട്ടിലെ സ്കൂളിൽ പഠന കാലയളവിലാണ് അഫാനും ഫർസാനയും തമ്മിൽ പ്രണയം ആരംഭിച്ചത്. അഞ്ചലിലെ കോളേജിൽ PG വിദ്യാർത്ഥിനിയാണ് ആ സമയത്ത് ഫർസാന. പഠിക്കാൻ മിടുക്കിയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഫർസാന ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. വൈകിട്ട് 3:30 വരെ ഫർസാന വീട്ടിലുണ്ടായിരുന്നു. പിന്നാലെ അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ആ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ എത്തിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയത്.
ആ കൊലയ്ക്ക് വേണ്ടി മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തി എന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുഖമാകെ വികൃതമായ നിലയിലായിരുന്നു. പേരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് നാട്ടുകാർക്ക് ഫർസാനയും അതിൽ ഉൾപ്പെട്ടതായിട്ട് വ്യക്തമായത്. ഓർക്കുക, 2 ദിവസം മുമ്പ് പെൺകുട്ടിയുമായിട്ട് അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ഒരു ബന്ധു കണ്ടിരുന്നു. ആ ബന്ധു ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഫർസാനയുടെ തലയ്ക്ക് പ്രതി തുരുതുര അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ആ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതുമാണ് എന്ന് മാത്രമല്ല, നെറ്റിയുടെ ഇരുവശത്തും നടുക്കും ചുറ്റിക കൊണ്ട് ആഴത്തിൽ അടിച്ച പാടും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത് എന്നാണ് അഫാന്റെ മൊഴി. ഈ ഒരു മൊഴി അതിഭീകരമായിട്ടുള്ള മൊഴിയാണ്. കാരണം തനിച്ചായാലും ജീവിക്കും, ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം ജീവിക്കാനുള്ളതാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവില്ലാത്ത രീതിയിൽ ആ തനിച്ചാകലിനേക്കാൾ ഭീകരമായിട്ടുള്ള ആക്രമണം നടത്തി കൊലപ്പെടുത്തുക എന്ന് പറയുന്ന മനോവികാരം എന്ത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഫർസാനയുടെ മരണവാർത്ത അറിഞ്ഞ് ബോധരഹിതനായിട്ടുള്ള പിതാവ്, പൊട്ടിക്കരഞ്ഞ പിതാവ് സുനിൽ ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചിതനായിട്ടില്ല എന്ന് നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ പിന്നെ എപ്പോഴാണ് മോചിതനാകേണ്ടത്? മോചിതനാകാൻ എന്നാണ് അത്തരത്തിലുള്ളൊരു പിതാവിന് കഴിയുക എന്നുള്ള തിരിച്ചുള്ള ചോദ്യവും വരും. പോലീസ് സ്റ്റേഷൻ, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ സുനിൽ എന്ന പിതാവ്, ഫർസാനയുടെ പിതാവ് എത്തിയപ്പോൾ പോലീസുകാരോട് പറഞ്ഞത് മരണപ്പെട്ടത് തൻ്റെ മകളാകല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് താൻ വന്നിരിക്കുന്നത് എന്നായിരുന്നു. സുനിൽ എന്ന വ്യക്തി വെൽഡിംഗ് ജോലിക്കാരനാണ്. ഇതേപോലെ തന്നെ സമാനമായ രീതിയിലാണ് ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ എന്ന് പറയപ്പെടുന്ന കുഞ്ഞനുജൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന അനുജന് കുഴിമന്തി വാങ്ങി നൽകിക്കൊണ്ട് അവസാന യാത്ര ബൈക്കിൽ നടത്തിക്കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തിക്കൊണ്ട് ആ അനുജനെയും കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അഫാൻ ബൈക്ക് ഓടിച്ച് അഫ്സാനെ ചേർത്തിരുത്തിക്കൊണ്ട് പോകുന്നത് നിരന്തരമായിട്ട് കണ്ടിരുന്നവരാണ് പേരുമലയിലെ ആർച്ച് കവലയിലെ നാട്ടുകാർ. ഇരുവരും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ 10 വർഷത്തിന് ശേഷമുണ്ടായ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് വലിയ വാത്സല്യം നൽകിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഈ അനുജനെ ഉൾപ്പെടെ അഫാൻ കൂട്ടക്കൊല ചെയ്തു എന്ന് നാട്ടുകാർക്ക് എന്ന് മാത്രമല്ല നമ്മൾക്ക് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ വരുന്നു. പക്ഷേ വിശ്വസിച്ചേ മതിയാവൂ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴത്തെ യുവതലമുറയിൽ ചിലരുടെ പെരുമാറ്റങ്ങളും അവരുടെ ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിതാവ് വിദേശത്തായതുകൊണ്ട് അച്ഛൻ്റെ കരുതലോടുകൂടിയാണ് അഫാൻ ഈ അനുജനെ സ്നേഹിച്ചിരുന്നത് എന്ന് നാട്ടുകാരും ബന്ധുക്കളും ചിലർ പറയുന്നു. അഫ്സാന്റെ പഠനകാര്യത്തിൽ ഉൾപ്പെടെ അഫാൻ ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ വയ്യായിക, കുടുംബത്തിൻ്റെ കടബാധ്യത, അതൊന്നും തൻ്റെ അനുജനെ ബാധിക്കരുത് എന്ന് അഫാൻ വിചാരപ്പെട്ടിരുന്നു. ഏറെ പ്രിയപ്പെട്ടിരുന്ന കുഞ്ഞനുജനെ ഉൾപ്പെടെ വധിക്കാൻ, കൊലപ്പെടുത്താൻ അഫാനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് നാട്ടുകാർക്കറിയില്ല, പോലീസുകാർക്കും അറിയില്ല. ആ രീതിയിൽ അത്രമേൽ നിഗൂഢവും വിവരിക്കാൻ കഴിയാത്തതുമായ രീതിയിലാണ് ഈ കൊലപാതകത്തിലെ പ്രതിയുടെ മാനസികാവസ്ഥ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കൊലപാതകത്തിന് മുൻപ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി വാങ്ങി നൽകുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളും ശീതളപാനീയവും വീടിൻ്റെ വരാന്തയിലെ കസേരയിൽ കണ്ടെത്തി. അഫ്സാൻ മുഴുവൻ കഴിക്കാത്തത് കൊണ്ട് പാഴ്സലാക്കി കൊണ്ടുവന്നതാണോ അതോ അമ്മയായ ഷമിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാണോ എന്നതൊന്നും വ്യക്തമല്ല. അഫാനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന് പോലീസ് കൃത്യമായിട്ടും പറയുന്നുണ്ട്. പിതാവിൻ്റെ സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്തമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണമായിട്ട്, കൊലപാതകത്തിന് കാരണമായിട്ട് അഫാന്റെ മൊഴിയിൽ നിന്ന് പോലീസ് പറയുന്നത്. പക്ഷേ ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് അഫാന് വരുന്നത്? പിതാവിന് സാമ്പത്തിക ബാധ്യത 75 ലക്ഷം രൂപയുടെയോ മറ്റോ സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ അത് മകന് എങ്ങനെ ബാധ്യതയാവുന്നു അടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരൂഹതകൾ ഇനി ചുരുളഴിയേണ്ടിയിരിക്കുന്നു. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടേണ്ടിയിരിക്കുന്നു. ആ ഉത്തരങ്ങൾ തേടിയുള്ള അന്വേഷണമാണ് ഇനി ഉള്ള നിമിഷങ്ങളിൽ ഉണ്ടാവേണ്ടത്.